എന്തൊക്കെയല്ലേ നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. ഒരു സ്ത്രീ ബസ്സിൽ വെച്ച് തന്നെ തന്നോട് ഒരാൾ മോശമായി പെരുമാറി എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഒരാൾ ആത്മഹത്യ ചെയ്തു എന്നുള്ള വാർത്തയാണ് കേൾക്കാനിടയായത്. ഇപ്പം എന്താ പറയുക, തുടർച്ചയായിട്ട് ഇത്തരത്തിലുള്ള വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ ഇന്നലെ ശരിക്കും പറഞ്ഞാൽ ആ സ്ത്രീയുടെ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഒരു ഫാബ്രിക്കേറ്റഡ് വീഡിയോ ആയിട്ടാണ് തോന്നിയത്. കാരണം കയറുമ്പോൾ തന്നെ ഫുൾ ടൈം ഫോണിലെ ക്യാമറ ഓൺ ചെയ്ത് വെച്ചേക്കുവാണ്. അപ്പോൾ എന്നിട്ട് എന്താ പറയുക, ക്യാമറ ഓൺ ചെയ്ത ശേഷം ആരാണ് തൻ്റെ ദേഹത്ത് മുട്ടുന്നതെന്നുള്ള രീതിയിൽ ഇങ്ങോട്ട് വന്ന് മുട്ടും എന്നുള്ള രീതിയിൽ പെരുമാറുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ആ സ്ത്രീ പറയുന്നത് ആദ്യം മുട്ടി, അതിനുശേഷമാണ് വീഡിയോ എടുക്കാൻ തുടങ്ങിയെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ആ ഒരു വീഡിയോയിൽ എനിക്ക് ആ വീഡിയോ ശരിക്കും പറഞ്ഞാൽ എന്താ സംഭവിച്ചതെന്ന് നമുക്ക് ജസ്റ്റ് ഒരു വീഡിയോ വെച്ച് പറയാൻ പറ്റില്ലെങ്കിലും ആ വീഡിയോ വെച്ചിട്ട് എനിക്ക് ഫീൽ ചെയ്തത് ആരെങ്കിലും വന്ന് മുട്ടി ഞാൻ വീഡിയോ എടുക്കട്ടെ എന്നുള്ള രീതിയിലാണ് ആ സ്ത്രീ പെരുമാറിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെയാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. പിന്നെ അതിൻ്റെ പേരിൽ ഈ ഒരു വ്യക്തി മനുഷ്യൻ ആത്മഹത്യ ചെയ്തു എന്നാണ് ഇപ്പോൾ വാർത്ത വരുന്നത്. ശരിക്കും പറഞ്ഞാൽ അതൊക്കെ കണ്ടുപിടിക്കേണ്ട കാര്യങ്ങളാണ്. ഇതിൻ്റെ പേരിൽ തന്നെയാണോ ആത്മഹത്യ ചെയ്തതെന്നുള്ളതൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിക്കണം. ഇപ്പം എന്താ പറയുക, ഇത് ചെയ്തുകൊണ്ട് ആത്മഹത്യ ചെയ്തു എന്നുള്ള രീതിയിൽ പലതരത്തിലൊക്കെ വാർത്തകളൊക്കെ പ്രചരിക്കും. പണ്ട് നമുക്കറിയാലോ, പണ്ട് ഒരാൾ വേറെ ഏതോ വിഷയത്തിൽ ആത്മഹത്യ ചെയ്തപ്പോൾ ഒരു ബാങ്കിൻ്റെ പേരിൽ പഴി ചാരിയിരുന്നു. കാരണം ബാങ്ക് ജപ്തി നോട്ടീസ് അയച്ചത് കൊണ്ടാണ് അയാൾ ആത്മഹത്യ ചെയ്തതെന്ന് പറഞ്ഞിട്ട് ബാങ്കിനെതിരെ തിരിയുന്നൊരു സംഭവം പണ്ട് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പം എന്താ പറയുക, ഒരവസരം ആയിട്ട് ഇത് കാണും. പക്ഷേ അത് അങ്ങനെ തന്നെയാണോ, അതായത് ഈ സ്ത്രീ ഇങ്ങനെ ചെയ്തുകൊണ്ടാണോ ഈ പറയുന്ന മനുഷ്യൻ ആത്മഹത്യ ചെയ്തതെന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ അന്വേഷിച്ച് കണ്ടെത്തേണ്ട വിഷയമാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതൊരു ഗുരുതരമായ തെറ്റാണ്. ശരിക്കും പറഞ്ഞാൽ വെറുതെ ഒരു എന്താ പറയുക, റീച്ചിന് വേണ്ടിയിട്ട് ചെയ്ത വീഡിയോ വെച്ചിട്ട് ഒരാൾ ആത്മഹത്യ ചെയ്യാൻ കാരണമാകുമെന്ന് വെച്ചാൽ ഭയങ്കര ഗുരുതരമായ തെറ്റായിട്ടാണ് തോന്നുന്നത്. ഇനിയിപ്പം എന്താ പറയുക, പുലി വരുന്നേ പുലി എന്ന് പറഞ്ഞ പോലെ ഇനിയിപ്പം ശരിക്കും ഒരു സ്ത്രീ ബസ്സിൽ ആക്രമിക്കപ്പെട്ടാൽ പോലും എന്താ പറയുക, അതിനൊരു വിലയും ഉണ്ടാവില്ല. അതിനൊക്കെ എന്താ പറയുക, ഈ ഒരു മോശം കണ്ണിലൂടെ തന്നെ എല്ലാവരും കാണുള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ ശരിക്കും ഇനിയിപ്പോൾ ഒരു പുരുഷനൊരു സ്ത്രീ ആക്രമിച്ചാൽ പോലും അവൾക്ക് പ്രതികരിക്കാൻ പറ്റുകയില്ല. എന്താ പറയുക, ആരും അതിന് ഒരു പുല്ല് വിലയായിരിക്കും കൊടുക്കുക. ഈ ഒരു മോശം രീതിയിലായിരിക്കും അവരെ കാണുക എന്നുള്ളൊരു സംഗതി കൂടി ഇതിനകത്തുണ്ട്. അപ്പോൾ ഇതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നത് അത്ര നല്ല പ്രവണതയല്ല. അപ്പോൾ ഇതിനൊരു തടയിടണം. ഇത് എന്താ പറയുക, ശരിയാണോ തെറ്റാണോ എന്ന് മനസ്സിലാക്കിയിട്ട് ആരാണോ തെറ്റിയത് അവർക്കെതിരെ കേസെടുക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത്. ഞാൻ ഫസ്റ്റ് ഒരു പെൺകുട്ടിയുടെ കേസിൽ ഞാൻ ആ പെൺകുട്ടിയാണ് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം ആ വീഡിയോ വെച്ചിട്ട് എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത്. ആ കുട്ടി ഒട്ടും കംഫർട്ടബിൾ അല്ലാത്ത രീതിയിൽ ആ ഒരു സീറ്റിലിരിക്കുന്ന രീതിയിലാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഈ സെക്കൻഡ് കേസ് വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് ആ സ്ത്രീയുടെ ഭാഗത്ത് തന്നെ തെറ്റുള്ള പോലെയാണ് തോന്നിയിട്ടുള്ളത്. കാരണം ഒരു വീഡിയോ വെച്ചിട്ടാണ് എല്ലാം സംസാരിക്കുന്നത് കേട്ടോ. ആ വീഡിയോ ഇല്ലാതെ നമുക്ക് ഇതിനെപ്പറ്റി പറയാൻ പറ്റില്ല. അപ്പോൾ വീഡിയോ കറക്റ്റാണ്, ആ വീഡിയോ കുറച്ച് സെക്കൻഡുകൾ മാത്രമുള്ള ഒരു വീഡിയോ വെച്ച് നമുക്കൊരാളെ ജഡ്ജ് ചെയ്യാൻ പറ്റില്ല എങ്കിലും അത് വെച്ചിട്ടുള്ള ഇതാണ് ഞാൻ പറയുന്നത്. അല്ല, നമുക്കറിയില്ലല്ലോ ശരിക്കും അവിടെ എന്താ സംഭവിച്ചതെന്നുള്ളത് നമുക്കറിയാൻ പറ്റില്ല. അത് വെച്ചിട്ടുള്ളൊരു ജഡ്ജ്മെൻറ്റാണ് ഞാൻ പറയുന്നത്.